ഹായ് ഫ്രണ്ട്സ്, ഇനി കുറച്ച് സ്വീറ്റ് ആയാലോ. ഇന്ന് നമുക്കൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. സേമിയ ക്യാരറ്റ് പോലെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും ഷുഗറും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാനിൽ അല്പം ഗീ ഒഴിച്ചിട്ട് സേമിയ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് മിൽക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കായ് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് ബീറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയവും വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർക്കാം കേട്ടോ. ഇനി ഒരു പാനിൽ അല്പം ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ സേമിയ ക്യാരറ്റ് ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുള നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.